ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്തുമസ് ആശംസിക്കുന്നു അല്ലേ? കാരണം ഞാൻ ആദ്യം എടുത്ത ഇൻട്രോയിൽ കുറേ ആശംസ ഉണ്ടായിരുന്നു, അതാണ് അച്ഛൻ അങ്ങനെ നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഐശ്വര്യവും സമാധാനവും അല്ലേ? ഐശ്വര്യവും സമാധാനം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പുതുവർഷ ആശംസകളോട് പറയുന്നത് സന്തോഷവും എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു ക്രിസ്തുമസും ഒരു പുതുവർഷവും ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും. ശരിക്കും നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ക്രിസ്മസ് അല്ലേ, എല്ലാവർക്കും ഒരു വിഷസൊക്കെ പറയാം, നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നിങ്ങളെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചു. നമ്മുടെ ആഘോഷങ്ങൾ കാണണമെങ്കിൽ ഇത്തിരി കൂടി ഇരുട്ടാവണം. പിന്നെ ക്രിസ്മസ് ഈസ്റ്റർ എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു ഘടകമാണ് ഇറച്ചി അല്ലേ? ചിക്കൻ, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഇപ്പോൾ കാണുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറച്ചിക്കടയിലായിരിക്കും. അപ്പം ഇവിടെയുള്ള 3 ആളുകൾ ഇറച്ചി മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. 3 ആളുകൾ എടുത്താൽ പൊങ്ങാത്തത്രയും ഇറച്ചി മേടിപ്പോൾ വരും. അതായത് ചേട്ടായി, ചേച്ചി, ആദ്യക്കൂട്ടൻ, ഇവർ 3 പേരും ഇറച്ചി മേടിക്കാൻ പോയി. മമ്മി ഇറച്ചി മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാനുള്ള ബദ്ധപാടിലാണ് അല്ലേ? അതായത് ഇവിടെ തേങ്ങ കൊത്തൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു, ഇഞ്ചി അരിയുന്നു, ഉള്ളി അരിയുന്നു, സവാള അരിയുന്നു, അതിൻ്റെ അങ്ങ് തിരക്കിലാണ് മമ്മി. അതിൻ്റെ ഇടയിൽ അവിടെ കുക്കർ അടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അങ്ങോട്ട് പോകാത്തത്. അന്നക്കുട്ടി എനിക്കെന്ത് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ദാണ്ട കിടന്നുറങ്ങുന്നു. ഇന്നലെ കരോളിന് പോയി, അവളൊരു തിരിച്ച് വരും വരെ അവൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. ഇവളാണെങ്കിലോ ആലമ്പ അതിലി എതിലി എല്ലാം നടന്ന് ഒരു രക്ഷയിലായിരുന്നു, നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് അന്നേരം വണ്ടിയെല്ലാം വേറെ സൈഡിലോട്ട് വിട്ടുകൊണ്ട് അധികം വണ്ടി തിരക്കില്ലായിരുന്നു അല്ലേ? ഇപ്പുറത്തൂടെ വണ്ടി വിട്ടേക്കുമായിരുന്നു. പക്ഷെ അടിപൊളി കരോളായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പൊളിച്ചു. ഇത്രയും അധികം ആളുകൾ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തെങ്ങും ഇടവകയിലുണ്ടാവും എന്നല്ലേ? അത്രയും അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛ അതെ കേട്ടോ, ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സോപ്രാടി പള്ളിയിലെ കരോൾ അച്ഛ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു അച്ഛാ? അടിപൊളിയായിരുന്നു. കാരണം ഒരു പള്ളി പെരുന്നാളിന്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ചെണ്ടമേളം. കാരണം നമ്മള് പെരുന്നാളിന് ഒരു പ്രദക്ഷിണം ഉണ്ടല്ലോ, തുടങ്ങി അവിടുന്ന് കയറി ഇവിടെ വരുന്നത് ഇറങ്ങി അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ആളില്ലായിരുന്നു, ആള് കുറവാണ്. പക്ഷെ എന്നാലും പെരുന്നാളിനെ അപേക്ഷിച്ച് നല്ലൊരു വൈബായിരുന്നു. പിന്നെന്താ എന്തോ പറയാൻ പറ്റുമോ, എല്ലാം ഒരുപാട് പേരുടെ അല്ല പറഞ്ഞു ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ. പിന്നെ ഏറ്റവും ഇതിനകത്ത് എഫേർട്ട് എടുത്ത് നിൽക്കുന്നത് നമ്മുടെ അച്ഛനാണ്. അച്ഛൻ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ ഒരു സംഭവം ഇടാം അല്ലേ? എത്രത്തോളം മനോഹരമാക്കാമോ അത്രത്തോളം നന്നാക്കാനായിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് അത്രയും കിടന്ന് കഷ്ടപ്പെടുത്തുള്ളൂ. ഒപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ നല്ല രീതിക്ക് മുൻകൈ എടുത്ത് നിന്നാലാണ് ബാക്കി അല്ലേ? അപ്പോൾ എല്ലാവർക്കും പുറകെ നിൽക്കുന്നവർക്കും ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കരോളൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് വീടുകളിൽ കൂടെയുള്ള കരോളുണ്ട്. അപ്പോൾ അതും എല്ലാ വീട്ടിൽ നിന്നും എല്ലാ ആളുകളും വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വലിയ കാര്യത്തിന് അവർ ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിലെ ഓരോ മണികളും ഇവള് പറിക്കും, ആദ്യകൂട്ടം പിടിപ്പിച്ചു വെക്കും. അതാണ് കേട്ടോ പരിപാടി. ഇനി ഇവിടെ കാണിച്ചു തരാം. ഈ വീടിപ്പോൾ ഒരു എന്താണ് ഉത്സവ പറമ്പ് എന്നൊക്കെ പറയില്ലേ, ഒരു കല്യാണ വീടൊക്കെ. ഇപ്പോൾ കല്യാണ വീടുകളിലൊക്കെ കാണാമല്ലോ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അതുപോലെയാണ് കേട്ടോ. ഇവിടെ ഫുള്ളും ലൈറ്റാണ്. ലൈറ്റ് നിങ്ങൾ കണ്ടു കാണും എങ്കിലും പറയാണ്, നമ്മുടെ വീഡിയോയിൽ കണ്ടില്ലോ. അപ്പോൾ അതും കാണിച്ചാലാ, പക്ഷെ അതിപ്പോൾ കണ്ടാൽ സുഖമില്ല, രാത്രി ആവണം. പിന്നെ ട്രീയും ഉണ്ട് കേട്ടോ, ഇതും രാത്രിയിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ ശരിയാ, ഇതിപ്പോൾ ഒരു വീഡിയോ എടുത്തതിൻ്റെ ബാക്കിയാണ്. എൻ്റെ മാതാവേ, ഞാനാണെങ്കിൽ അത് എൻ്റെ അടുത്തെങ്ങാണ്ട് വെച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പടക്കം എന്ന് പറയണേ. എൻ്റെ ഒരു പേടി ആ ഒരു ഇതിൽ ആദ്യകൂട്ടനും കിട്ടിയിട്ടുണ്ട്. ആദ്യകൂട്ടനും ബലൂൺ ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ പടക്കവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവന് ഭയങ്കര പേടിയാണ്. ഇവിടെ വന്ന് പിന്നെ ആവക്കുട്ടി ഈ മുറ്റത്തുനിന്ന് കയറിയിട്ടില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമുക്ക് എങ്ങനെ ഓടി നടക്കാൻ അത്രയും സ്പേസൊന്നുമില്ല. അപ്പോൾ ഇത്രയും സ്പേസ് കിട്ടിയപ്പം ഈ മിറ്റിലെ കൂടെ ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കാൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ, പക്ഷെ അവൾ അതിൽ നടക്കും.
അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷങ്ങൾ. വരുന്നേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ഫുള്ള് ലൈറ്റ് സെറ്റിങ്സ്, പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വൈബ്. എല്ലാവർക്കും പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ അതും നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അടിപൊളിയായിട്ട് അലങ്കരിക്കുന്നതൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. അല്ലാണ്ട് നമ്മൾ 2-3 സ്റ്റാറൊക്കെ ഒരു 2 സ്റ്റാറൊക്കെ ഇടും, അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലത്തെ സ്റ്റാറും കൂടി ഇങ്ങോട്ട് അയച്ചുകൊണ്ട് വരണ്ടായിരുന്നു. പിന്നല്ലാതെ അന്നേ അതിപ്പോൾ അവിടെ കിടന്നിട്ട് കാണുന്നില്ല, ആരും കാണാനില്ലല്ലോ. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കുക. അത് നല്ലതായിരുന്നു. നല്ല അത്യാവശ്യം പൈസ കൊടുത്ത് ഇവിടെ ഓർത്ത് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനോട് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റാർ ഇട്ടില്ലേ, സ്റ്റാർ ഇടാൻ മേലായിരുന്നു എന്നൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ മേടിച്ച് സ്റ്റാർ ഇട്ടതാണ്. അത് അവിടെ കിടക്കുകയാണ്. ഇനി എല്ലാവരെയും കാണിക്കാം കേട്ടോ. എല്ലാവരെയും ക്രിസ്മസ് ആഘോഷങ്ങൾ വണ്ണി പുറകെയായിട്ട് കാണിക്കാം. ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ വീടുകളിൽ കൂടെയുള്ള കരോള് വരും. അതും ഒരു പ്രത്യേക സന്തോഷം. നമ്മൾ കട്ടപ്പനയായിരുന്നപ്പോൾ കുറേ കരോളുകൾ വന്നു കേട്ടോ, അല്ലേ? ഒരു കരോള് ഗേറ്റ് അടിച്ചിട്ട് ഒരാൾ പോയി. പിന്നെ ഒരു ഇവിടെ ഉറങ്ങിയായിരുന്നു. ഉറങ്ങി പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല വരുമെന്ന്. കാരണം ഇത് പള്ളികളിൽ നിന്നൊന്നുമല്ല, ഓരോ ആളുകള് പിള്ളേർ സെറ്റൊക്കെ ചുമ്മാ ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കൊള്ളാം, നല്ല രസമുണ്ട്. ഈ ഒരു സമയത്തല്ല അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ നമ്മുടെ ഒരു ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പുറകെ ബാക്കി കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നമ്മൾ കരോളിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ചേട്ടായൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ ചാനലിൽ എന്തായാലും വരും. പിന്നെ നമ്മളോട് ഇട്ട് കഴിഞ്ഞാൽ അത് ബോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി രാത്രി പാതിര മെയിൻ അത് ഞാൻ മറന്നുപോയി. ക്രിസ്മസിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് പാതിരാ കുർബാന. അതായത് 12 മണിക്ക് യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ആഘോഷങ്ങൾ കുർബാനയോട് കൂടിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അത് ഞാൻ വിട്ടുപോയി. പിന്നെയാണ് ഫുഡും ഒരുക്കങ്ങളും അലങ്കാരങ്ങളും എല്ലാം വരുന്നത് കേട്ടോ. സോറി, അത് പറയാൻ വിട്ടുപോയി. അപ്പം എന്താ പറയുക, ബാക്കിയൊക്കെ എല്ലാവരെയും പുറകെ കാണിക്കാം കേട്ടോ. ഈ ട്രീ എങ്ങനെ പൊളിച്ചെടുക്കാം, ഇതിന് ഓരോന്നും ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ തൊട്ട് പറിച്ച് ഏകദേശം തീർക്കാറാക്കി. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുള്ളും ലൈറ്റാണ്. ഇത് ഞാൻ രാത്രിയിൽ കാണിക്കാം കേട്ടോ. കത്തി നിൽക്കുന്ന ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നേരം മമ്മി എന്ത് ചെയ്യാമെന്ന് നോക്കാം. മമ്മി അകത്ത് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി ക്രിസ്മസ് എവിടം വരെയായി മമ്മി? ബ്ലിങ്ക് ആവുന്നു. ചായ ഇട്ടേക്കുന്നു. ക്രിസ്മസ് എവിടം വരെയായി? എന്തി അരിഞ്ഞു പെറുക്കി വെച്ചതൊക്കെ എടുത്തു വെച്ചോ? ഞാൻ തന്നെ നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അരിഞ്ഞു പെറുക്കി വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ട് ഈ അരിഞ്ഞു പെറുക്കി വെച്ചേക്കുന്നതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മമ്മി ഇറച്ചി തൊടുകയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മമ്മി ചെയ്ത് വെച്ചേക്കുന്നതാണ്. മമ്മിക്ക് മീൻ മാത്രമേ മമ്മി കഴിക്കുള്ളൂ. ഇറച്ചി ഐറ്റംസ് നഹിഹേ അല്ലേ? ഈ ഏലക്കാ ഏലക്കല്ലേ അത് ഇറച്ചിക്കാ? സോറി, ഞാൻ അങ്ങനെ ഒത്തിരി കാലങ്ങൾക്ക് ഒരു പ്രാവശ്യമാണ് കണങ്ങൾ വെച്ച് ഇറച്ചിക്കറി വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ വെച്ചിട്ടേ ഇല്ല. അപ്പം എന്ത് സോറി. ഇപ്പം എല്ലാവരും പിന്നെ ക്രിസ്മസിനാണോ ഈസ്റ്ററിനാണോ ചേച്ചാ ഇറച്ചിക്കറി വെച്ച? ഞാൻ മമ്മിയോട് ചോദിച്ച അമ്മ വെച്ചാൽ ഞാൻ മറന്നുപോയി. അന്ന് ഇറച്ചിക്കറി വെച്ചത് നമ്മൾ മുണ്ടൊക്കെ ഇത് പോയി ഇറച്ചിയൊക്കെ മേടിച്ച ചേട്ടായിയൊക്കെ വന്നേ. ക്രിസ്മസ് അല്ലേ? വലിയേട്ടായൊക്കെ അതെ തോന്നാണ്. അതെ അയ്യതല്ല ഓർക്കുന്നില്ല. എന്തായാലും ഒരു പ്രാവശ്യം വെച്ചു. പിന്നെ ബാക്കി ആളുകളൊക്കെ വന്നിട്ട് അവരെയൊക്കെ കാണിക്കാം അല്ലേ? അവരൊന്നും ഇല്ലല്ലോ, അവരെയൊക്കെ പിന്നെ വന്നിട്ട് കാണിക്കാം. ഓക്കെ, നമ്മുടെ കരോളിനെ സ്വീകരിക്കാൻ എല്ലാവരും വരും. കേക്ക് കഴിച്ചുവാണോ കൊച്ചങ്ങനെ കേക്കൊന്നും കഴിക്കുന്നില്ല. കൊച്ചിന് ഇന്നാണ് ക്രിസ്മസ് ആയിരിക്കുന്നത്. അതിക്കൂടെ ഹാപ്പി ക്രിസ്മസ്. ബാക്കിയും കൂടെ ക്രിസ്മസ് മാത്രമേ ഉള്ളൂ, ബാക്കിയില്ല. ക്രിസ്മസ് എന്താ അന്നൂട്ടി അന്നമോളെ ഓയാലോ ഒരു പാൽപുഞ്ചിരി സമയം. ആവേ ആവനെ കണ്ടില്ല കേട്ടോ. ആവ മിസ്സായി പോയി. ആവ എവിടെയോ ഉണ്ട്. എന്തോ വെടിക്കൊട്ട് വീഡിയോ എടുക്കണോ? അത് വലിയ പാടായിരിക്കും അല്ലേ?
എല്ലാരും ആവക്കുഞ്ഞ് കുറുക്ക് കഴിക്കുന്നു. അവൾ ആന്റിയുടെ കയ്യിൽ നിന്ന് പോരുകയല്ല. ഇങ്ങോട്ടേ മുറ്റത്തേക്ക് വെടിക്കെട്ട് കണ്ടേ അതെ, നിങ്ങൾ ഭൂമിയിലോട്ട് വരും. സാരമില്ല ഉള്ള കേസല്ലേ. പാതിര കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് മാത്രമാണ് രാത്രിയിൽ വന്നിട്ടുള്ളൂ. അവർക്ക് ചേട്ടായിക്ക് ഇത്രയും ദിവസം കുറേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഉറക്കമൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ അത് കാരണം രാവിലെ വരുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തത് പോരുന്നതിനൊരു 15 മിനിറ്റ് മുന്നെയാണ്. അപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ റെഡി ആയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഞ്ഞിനെയും എടുത്ത് മമ്മിയും സാരിയൊക്കെ കൊടുത്ത് റെഡിയായി. അപ്പോൾ പിന്നെ എന്താ വെയിറ്റ് ഇനിയിപ്പം എന്താ പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും പോകണം, എപ്പോഴാണെങ്കിലും തണുപ്പാണ്. പിന്നെ ഇപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും രാത്രിയിൽ തന്നെ ഇറങ്ങി. അപ്പം ഇതാണ് നമ്മുടെ പള്ളിയുടെ പുൽക്കൂട് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടെ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണീശോയും മാതാവും യോസേപ്പിതാവും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് എല്ലാവരും ഉണ്ട്. ആട്ടിടയന്മാരും സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അച്ഛന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പുൽക്കൂടാണ്. ഇതാ ഉണ്ണീശോയുടെ ഒരു വലിയ ഉണ്ണീശുവിൻ്റെ രൂപമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു വെടിക്കെട്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെടിക്കെട്ടിന് മുമ്പ് നമുക്ക് വണ്ടിയെ കയറണം, അല്ലെങ്കിൽ ആവക്കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ചാടി ഓടി ഇനി നമ്മൾ വണ്ടിയിലോട്ട് പോവുകയാണ്. ഹലോ, അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ഞങ്ങൾ രാത്രിയിൽ തന്നെ പോയി. ആവക്കുട്ടീനെ കൊണ്ട് വഴക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൾ ഓരോ പടക്കം പൊട്ടും എഴുന്നേക്കും അങ്ങനെയായിരുന്നു കേട്ടോ. എന്നാലും അത് കഴിയുമ്പോൾ അവൾ ഉറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി പോകാൻ വാശി പിടിച്ചില്ല. പുറത്തിറങ്ങി പോകാൻ വാശി പിടിച്ചിരുന്നെങ്കിൽ ഒരു രക്ഷയിലായിരുന്നു. അമ്മാതിരി തണുപ്പായി. നമ്മുടെ പലക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ തണുപ്പായിരുന്നു. അപ്പം നമ്മളിനി നമ്മുടെ ഫുഡ്, അതായത് കപ്പയും ഇറച്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോത്തുണ്ട്, ബീഫുണ്ട്, പോത്തുണ്ട്, ചിക്കനുണ്ട്, മീനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് ക്രിസ്മസ് പ്രോഗ്രാം പരിപാടികൾ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കണം. പക്ഷേ ആദ്യക്കുട്ടൻ്റെ പടക്കം ഭയങ്കര പേടിയായതുകൊണ്ടാണ് നമ്മളത് അധികം പൊട്ടിക്കാത്തത്. കാണിച്ചിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പണ്ടൊക്കെ അപ്പവും പോത്തും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കപ്പ ഇവിടെ വെന്ത് റെഡി ആയിരിപ്പുണ്ട്. ചിക്കൻ കറി, പിന്നെ ഇതെന്താ നോക്കാവേ, പോത്ത് തണുത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാം ചൂടാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്തേക്കുള്ള സാമ്പാർ വരെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ കുട്ടിക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നലത്തെ പള്ളി പോക്കും കൂടെ ആയപ്പോഴത്തേക്കും അത് ഇച്ചിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിക്കുക. മമ്മി അതിനിടയ്ക്ക് വന്നിട്ട് വെള്ളം കുടിച്ചോ, പിന്നെ പാല് കുടിച്ചോ, മുട്ട കഴിച്ചോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്താ അമ്മി ആലോചിക്കുവാണോ? കിളി പോയ പോലെ നിൽക്കുക. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.